സൂംബ വിവാദത്തെ പറ്റി കേട്ടിട്ടില്ലേ? മിസ്സിൻ്റെ അഭിപ്രായം എന്താണ്? അത് സ്കൂളിലൊക്കെ കൊണ്ടുവരണ വേണ്ട? സൂംബ ഡാൻസ് അല്ലേ? സൂംബ ഡാൻസ് അറിയില്ല? ഒരു എക്സസൈസ് ടൈപ്പ് ആണല്ലോ. കൊണ്ടുവരാന്ന് പറഞ്ഞാലേ ചിലവർക്ക് അത് ആ കൾച്ചർ ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നവർ ആ വഴിക്ക് പോവുക, ഇഷ്ടപ്പെടാത്തവർ ആ വഴിക്കും പോവുക ആണ് എൻ്റെ അഭിപ്രായം. ഹായ്, നമസ്കാരം. ക്യാമ്പസ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൂംബ വിവാദത്തെക്കുറിച്ചാണ്. ഇതിനെപ്പറ്റി ക്യാമ്പസിലെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹായ്, നമസ്കാരം. സൂംബ വിവാദത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം എന്താ? അത് സ്കൂളിലും കോളേജിലും കൊണ്ടുവരുന്നതിനെ പറ്റിയ അഭിപ്രായം നല്ലൊരു അഭിപ്രായമാണ്. ഇപ്പോൾ സൂംബ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏതൊരു വിധത്തിലുള്ള ഡാൻസ് ആണെങ്കിലും നമ്മളെ ഡോപ്പമിൻ ആക്റ്റീവ് ആവും. സന്തോഷം ലഭിക്കണ ഒരു ഹോർമോണല്ല ഡോപ്പമിൻ. അപ്പോൾ ഏത് വിധേന നോക്കിക്കഴിഞ്ഞാൽ നല്ല തന്നെയാണ്. അത് ഇപ്പോൾ സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉള്ള ചെറിയ ചെറിയ വിവാദങ്ങളാണ് ഇപ്പോൾ അത് വരുന്നത്. ചിലർ മതപരമായിട്ട് കാണുമ്പോൾ തെറ്റായിരിക്കാം. മതചിട്ടകൾ വ്യക്തിഭദ്രമല്ലല്ലോ. അത് ഇസ്ലാം ആയാലും വേറെയുള്ള മതങ്ങളാണെങ്കിലും വ്യക്തി അടിസ്ഥാനത്തിലായിട്ടല്ല. അത് കാലാതീതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിട്ടകളുണ്ട്. അതുമായിട്ട് മാനിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോവാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ സൂംബ ഡാൻസ് സ്കൂളിലും കൊണ്ടുവരിക, കോളേജിലും കൊണ്ടുവരിക, വേണ്ടിയെന്നാൽ ഇവിടെയും കളിക്കാം. അതാണ് എൻ്റെ അഭിപ്രായം. ഈ സൂംബ വിവാദത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? അപ്പോൾ അത് സ്കൂളിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് സാറിൻ്റെ അഭിപ്രായം എന്താ? അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹെൽത്ത് വൈസ് അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ സപ്പോർട്ടീവായിട്ട് ഇനീഷ്യേറ്റീവ് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മൾ സ്വാഗതം ചെയ്യുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്. ഇപ്പം ഈ കോൺട്രവേഴ്സിയൊക്കെ നടക്കുന്നൊരു കാര്യമുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം, നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ അവരെ ഉന്നയിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഞാനത് വിശദമായിട്ട് പറയുന്നില്ല, നമ്മളെല്ലാവരും കണ്ടതും വാർത്തയിലൊക്കെ അറിഞ്ഞതാണ്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ അതിലും ശരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ഹെൽത്തായിട്ടുള്ളൊരു സൊസൈറ്റീനെ വാർത്തെടുക്കുക എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം കൂടെ നമ്മളൊരു പക്ഷേ ഈ ഒരു കൺസേൺ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു ഉപകാരം ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. സൂംബ എന്ന് മാത്രമല്ല, നമുക്കൊരു കായിക പരിശീലനമുള്ള ഏത് ആർട്ട് ഫോം ആയിക്കോട്ടെ അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ കുട്ടികൾ 24 അവർ പഠിക്കാനല്ല വരുന്നത്. പ്ലസ് അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് കുറച്ചും കൂടെ മനസ്സമാധാനം, അവരുടെ ബോഡി കൂടെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം എന്നുള്ളത്. എൻ്റെ അഭിപ്രായം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ തലമുറയൊക്കെ മാറി ഇപ്പോൾ പുതിയ തലമുറയാണ്. ആ തലമുറയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാലഘട്ടത്തിന് നമ്മളെല്ലാ പരിഷ്കാരങ്ങളും ചെയ്യണം. അതിന് നമ്മളെ മക്കളെയൊക്കെ നമ്മളതിനെ യോജിപ്പിക്കുക പ്രവർത്തിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കതിനോട് എതിർപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം മാറുന്നതിനനുസരിച്ചിട്ട് കോലങ്ങളും മാറണം, നമ്മൾ ഡ്രസ്സ് മാറണ മാതിരി തന്നെയാണ്. സൂംബ ഡാൻസ് സ്കൂളുകളിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. അത് യഥാർത്ഥത്തിലൊരു വിവാദമൊന്നും ആക്കേണ്ട വിഷയമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികൾ മുതലേ അവർ പലതരത്തിലുള്ള ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവുന്നത് അവരുടെ ഈ സമയത്തൊരു എനർജി മറ്റൊന്നിലും ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളൊരു കായികമായി ഒരു കാര്യം ചെയ്യുക, അതോടൊപ്പം തന്നെ അവരുടെ എനർജി ഇങ്ങനത്തെ ഒരു മേഖലയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ നല്ല കാര്യമാണ്, നമ്മൾ ഹെൽത്തിനൊക്കെ നല്ല കാര്യമല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഈ സൂംബ ഡാൻസിനൊക്കെ പ്രത്യേക ഡ്രസ്സും അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് അവർ ഇപ്പോൾ ഗേൾസിനാണെങ്കിൽ തന്നെ ഓരോരു പ്രൈവറ്റ് സ്പേസിൽ നിന്നുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യാനും പുറത്ത് പോവാതെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിൽ ഉണ്ടാവാത്ത രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം. കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ആരും എതിരല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർത്ത് കൊടുത്താൽ മതി ആർക്കെങ്കിലും. അല്ലാതെ അതിനെക്കുറിച്ച് അത് സംഭവം നല്ല ഇതാണ്. അപ്പോൾ ഇതിൽ ഡൗട്ടുകൾ ഉണ്ടാകും, അതിന് എന്തെങ്കിലും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയി കൊടുക്കുകയാണ് വേണ്ടത് സ്റ്റുഡൻസിൻ്റെ പേരൻസിനും. പിന്നെ സ്കൂളുകളിലൊന്നും പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഇപ്പോൾ യോഗ ഡേ അങ്ങനത്തെ ഒക്കെ ഓരോ സെലിബ്രേറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഒന്നും സ്കൂളുകളിൽ പൊതുവെ കാണാറില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ലതായിരുന്നു. നല്ല അഭിപ്രായമാണ്. കുട്ടികൾക്ക് അതൊരു ഫിസിക്കലൊരു വ്യായാമമാവും. ഒരു എക്സസൈസ് ടൈപ്പ് ആണല്ലോ. അപ്പോൾ അതിപ്പോൾ അനാവശ്യമാണ്, ഈ വിവാദം അനാവശ്യമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനെ അങ്ങനെ നെഗറ്റീവായി കാണേണ്ട ഒരു ആവശ്യമില്ല, എൻ്റെ ഒരു അഭിപ്രായം.